സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോക്ക് എങ്ങനെ വോയിസ് ഓവർ കൊടുക്കണ്ടതെന്നൊക്കെ അറിയില്ല കേട്ടോ. ഇത് 2022 ഒരു ഓണത്തിന് എടുത്ത് വെച്ച ചെറിയ ചെറിയ വീഡിയോ ആണ്. ചെറിയ വീഡിയോ ക്ലിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പഴയൊരു ചാനലുണ്ടായിരുന്നു, ആ ചാനലിനകത്ത് ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പം അതിങ്ങനെ കണ്ടപ്പോൾ എന്തോ ഇപ്പോൾ ഉള്ള ചാനലിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. അന്നത്തെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ഇന്ന് ഓർമ്മയില്ല, പക്ഷേ അന്നത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെയൊന്നുമല്ല ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ എന്താ സാഹചര്യം അങ്ങനെയല്ല പറയാം. അതെ, അങ്ങനെയല്ല. അപ്പോൾ ഓണത്തിന് പൂവിടുകയാണ്, ചെറിയ ഓണത്തിൻ്റെതാണ്. ഞാനും കിങ്ങിണിയും കൂടെയാണ് കേട്ടോ പൂവിടുന്നത്. കിങ്ങിണി നേരത്തെ എണീക്കും കേട്ടോ എൻ്റെ കൂടെ എന്നല്ല, കിങ്ങിണി ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് കിങ്ങിണി എണീക്കും കേട്ടോ. അപ്പോൾ കിങ്ങിണീൻ്റെ കൂടെ പോകുന്നുണ്ട് പൂവിടാൻ വേണ്ടിയിട്ട്. ഇതിവിടെ ഉണ്ടായിരുന്ന പൂച്ചയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതായത് നമുക്കിവിടെ ഒരു സുന്ദരി എന്നൊരു പൂച്ച ഉണ്ടായിരുന്നു, അതിനേക്കാളൊക്കെ കുറേ മുന്നേ വന്നൊരു പൂച്ചയാണെന്ന് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. കാരണം ആ പൂച്ച അകത്തേക്കാണല്ലോ കയറിപ്പോയത്. പിന്നെയെന്ന് പറഞ്ഞാൽ പൂവിടുന്നത് നമ്മൾ കുറച്ച് പൂവേ ഇടുന്നുള്ളൂ. അതേപോലെ വീട്ടിലൊക്കെ കിട്ടുന്ന ചെമ്പരത്തിയും അങ്ങനെ എല്ലാം കൂടെ വെച്ച് മിക്സ് ആൻഡ് മാച്ച് ആക്കിയിട്ട് ആണ് നമ്മൾ പൂവിടുന്നത്. പിന്നെ നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് പൂവിടാനൊന്നും അറിയുന്ന ആൾക്കാരല്ല കേട്ടോ. അപ്പോൾ അറിയുന്ന പോലെ കിങ്ങിണി ഞാനും കൂടെ ഇങ്ങനെ. അമ്മിണി നേരം വൈകിട്ടാട്ടോ എണീക്കുക, അതിപ്പോഴും അപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ കിങ്ങിണീനെയും കൂട്ടിയിട്ട് വന്ന് പൂവിട്ടതായിരിക്കാനാണ് ചാൻസ്. കിങ്ങിണി അല്ലാതെ ഇരിക്കില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഓളെന്തോ ചായയോ പാലോ ബ്രെഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം അന്നത്തെ വോയിസ് ഓവറിൽ വോയിസ് മാത്രമേ ഇല്ല, സൗണ്ട് നല്ലോണം ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അറിയുന്ന ഓർമ്മയുള്ള കാര്യം വെച്ചിട്ട് ഇടാന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ കിങ്ങിണി ചെറുതാകുമ്പോൾ നേരത്തെ എണീറ്റാലും എന്തെങ്കിലും പാലോ ബ്രെഡോ ബിസ്ക്കറ്റും ചായയോ പഴമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടേ ഇങ്ങനെ നടക്കുകയുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മിണി നീച്ച് വരുമ്പോൾ അമ്മിണീൻ്റെ കൂടെ പിന്നെ വേറൊരു ചായ കുടിക്കുക, അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവുക. അപ്പോൾ കുറേ നേരം ചായ കുടിക്കുന്നതിനോണ്ട് പുറത്തേക്ക് ഇറങ്ങിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് മുറ്റത്തേക്ക് എൻ്റെ കൂടെ ഇറങ്ങിയിട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പൂത്തറയൊക്കെ ഇട്ടിട്ടുണ്ട്, പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പൂത്തറ ഈ പൂവിടുന്നതിൻ്റെ 2 ദിവസം മുന്നേ ആയിട്ടുണ്ടാക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുക്കളയിലുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം കഴിയില്ലല്ലോ പുറമേ പണി നടക്കുമ്പോൾ. അപ്പം പിന്നെ അപ്പോൾ തന്നെ അമ്മിണിയൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. രണ്ടാളെയും കുളിയും കാര്യങ്ങളൊക്കെ നേരത്തെ എണീറ്റ് വന്നപ്പോൾ തന്നെ കഴിക്കും കേട്ടോ. നമ്മൾ ബെഡ്റൂം മേലെ ആയതുകൊണ്ട് കുളിയൊക്കെ കഴിച്ച് വന്നിട്ടാണ് താഴോട്ട് വരിക. പിന്നെ ഈ ചെറിയ ഓണത്തിനൊന്നും വീട്ടിലൊന്നും ആരും ഉണ്ടാവില്ല, എല്ലാവരും പണിക്ക് പോകണവരൊക്കെ എല്ലാവരും പോകും. നമ്മൾ 3 ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ അറിയില്ല, ഹസ്ബൻഡ് ലീവായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. ബിക്കോസ് ഈ ചിക്കൻ ബിരിയാണി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക്. പിന്നെ ചെറിയൊരു ചോറ്, കറി, സാമ്പാർ, രസം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും അമ്മിണിയും കിങ്ങിണിയും കൂടി അവർക്ക് 2 കൂടെ രസം കൊടുത്തതാണ്. ഈ രസം എന്ന് പറഞ്ഞ സാധനം അമ്മിണിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ് അമ്മിണിക്ക് രസം കേട്ടോ. അപ്പം നമ്മളിതാ കിച്ചണിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇതൊക്കെയാണ്. എന്തോ ഒരു ചിക്കൻ ഐറ്റം ഉണ്ട്, പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു, പിന്നെ മീനുണ്ട്, ഒരു പച്ചക്കറി ഉണ്ട്. അങ്ങനെ ഇത് ബിരിയാണി കേട്ടോ. ഇത് ഹസ്ബൻഡ് ഉണ്ടാക്കണം കേട്ടോ, കുഞ്ഞാവാന്നാണ് വിളിക്കുക. കുഞ്ഞാവ ഉണ്ടാക്കണതാണ് ബിരിയാണി കേട്ടോ. മൂപ്പര് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അമ്മിണി ഇത് രസം കുടിച്ചതിൻ്റെ ബാക്കി ഞാൻ കിങ്ങിണിക്ക് കൊടുത്താൽ കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അന്നത്തെ പോലെ ഒന്നല്ലല്ലോ ഇപ്പോൾ, മക്കളൊക്കെ വലിപ്പം വെച്ചില്ല. അപ്പോൾ അവരുടെ കുട്ടിത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മിസ്സായി കൊണ്ടിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ അങ്ങനെ മക്കൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കണത്. പക്ഷെ എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ മക്കൾ വന്നിരിക്കുമ്പോൾ നമ്മളൊരു വായ ചോറ് കൊടുക്കുമല്ലോ. അങ്ങനെ ചോറ് കൊടുക്കുമ്പോൾ അമ്മിണി സംസാരിക്കുന്നത് കേൾക്കാട്ടോ. ഉറങ്ങാൻ പോട്ടോ അമ്മണിതാ. കിങ്ങിണി ഉറങ്ങി. കിങ്ങിണി ചോറ് തിന്നുമ്പോൾ ഇങ്ങനെ ഉറങ്ങി. അപ്പോൾ നമ്മൾ കിങ്ങിണീനെ ഉറക്കി കിടത്തിയപ്പോൾ ഇനി അമ്മണീനെ ഉറക്കാൻ പോകും. ഫസ്റ്റ് തോന്നുക കംപ്ലീറ്റ് ആവാം കേട്ടോ. ഉറങ്ങാനുള്ള ടൈമായി, ഉറങ്ങി. ഇനി ഫോൺ ചാർജില്ല, കുറച്ച് നേരം കുത്തിയിടട്ടെ. പിന്നെ ഇന്നത്തെ ഡേ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഓണാട്ടത് 1-ാം ഓണമെന്ന് പറയും, ശനിയാഴ്ച അല്ല വെള്ളിയാഴ്ച. ഇനി നാളെ തിരുവോണത്തിൻ്റെ വ്ളോഗായിട്ട് വേറെ വരാം. കുക്കിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല കേട്ടോ. പക്ഷേ കാരണം അവർ 2 ആളുണ്ടായതുകൊണ്ട് ഭയങ്കര അടിയും. ഇന്ന് 11:30 ആകുമ്പോൾ പണി കഴിഞ്ഞിട്ടായിരുന്നു. ഇനി നാളെ എങ്ങനെയാ അറിയില്ല, ഫുള്ള് വെജിറ്റേറിയനാണ് നാളെ ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.